അസിസ്റ്റൻറ്റ് ഡയറക്ടർ, മറ്റ് സ്റ്റാഫ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ വലിയ കുടുംബ സമ്മേളനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും സകല മനുഷ്യർക്കും നേർന്നുകൊണ്ട് നമ്മളെ കണ്ണുകളിൽ അല്പം വിസ്മയം ജനിപ്പിച്ചുകൊണ്ട് രണ്ട് കുഞ്ഞു മാജിക് മാത്രം കാണിച്ചുകൊണ്ട് ഞാൻ മാറിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ മുഖവരയിലേക്ക് ആശംസാ പ്രസംഗം ഞാനിങ്ങനെയാണ് നടത്തുക. ഞാൻ പ്രോ ലൈഫിൻ്റെ രൂപതാ പ്രസിഡൻ്റ് കൂടി ആയതുകൊണ്ട് സഹകരിച്ച് നടത്തുന്ന പരിപാടിയിൽ ഒരു ആശംസ നേരണമെന്ന് പറഞ്ഞപ്പോൾ വെറും കൈയോടെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുമായിട്ട് വന്നത്. മാധ്യമങ്ങളുടെ മായാലോകത്ത് മനസ്സുടക്കി കിടക്കുന്ന മനുഷ്യമക്കളിലേക്ക് സുവിശേഷാശയങ്ങൾ, സവിശേഷ മൂല്യങ്ങൾ പകർന്നു നൽകാൻ എന്തെങ്കിലും ഒരു വിഷ്വൽ കൂടിയേ തീരൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്. ഈ വേഷം എന്നിലേക്കല്ല, ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാനൊരു മീഡിയമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊച്ചുകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്, എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ടു വീട്ടിൽ സ്വർഗമാണു വീട്. എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്, അമ്മയുണ്ടു വീട്ടിൽ സ്വർഗമാണു വീട്. പക്ഷേ അപ്പൻ കുടിയനാണെങ്കിലോ, എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ടു വീട്ടിൽ നരകമാണു വീട്. നമ്മുടെ ഒരു കുടുംബവും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ദൈവകൃപാപൂരിതമായ കുടുംബജീവിതം നയിക്കുന്നവരാണ്. ആ കുടുംബത്തിൽ വേരൂന്നി വളരുന്ന കൊച്ചുമക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത മാത്രം വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കുകയാണ്. ഇതിന് ഓഡിയൻസിനെയൊക്കെ വിളിച്ച്, നിങ്ങൾ മാതാപിതാക്കളെയൊക്കെ വിളിച്ചു നിർത്തി ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ നിൽക്കുന്നു. അടുത്ത പരിപാടിക്ക് ഞാൻ കുട്ടികളെ വിളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബം ദൈവത്തിൻ്റെ പാവനവസ്ഥയിൽ വിരിച്ച കുടുംബത്തിൻ്റെ കാവലാളാണ് നമ്മൾ ഓരോരുത്തരും. ആ കുടുംബത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പനും അമ്മയും. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു വിടുന്ന പ്രൊഫസർമാരും മറ്റ് ഫാക്കൽറ്റീസാണ് രക്ഷകർത്താക്കൾ. ഇവിടെ ഇരിക്കുന്ന മക്കൾ നന്മ തിന്മകൾ കണ്ടു വളരുന്നത് കുടുംബത്തിലെ രക്ഷകർത്താക്കൾ നോക്കിക്കൊണ്ടാണ്. ഇന്ന് കുർബാന മധ്യേ ഒരപ്പനിരുന്നു, കൊച്ചു ഇരുന്നു. അപ്പൻ നിന്നിരുന്നെങ്കിൽ ആ കൊച്ച കസേരയിൽ ഇരിക്കില്ലായിരുന്നു. ഓർക്കണം, മാതാപിതാക്കളെ മക്കൾ കണ്ടുപിടിക്കുന്നു. കാലം മാറി, പുറത്തേക്ക് മാറുമ്പോൾ ചുറ്റുപാടുകൾ മാറി, അവരെയും മക്കൾ കണ്ടുപിടിക്കും. അനുകരണ ഭ്രമത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് നോക്കുക, ശ്രദ്ധിച്ചുകൊള്ളുക. ഞാൻ 1-2 കർച്ചീഫുകൾ എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാജിക് എന്ന് പറയുന്നത് കുട്ടിച്ചാത്രമൊന്നും അല്ല കേട്ടോ, പേടിക്കേണ്ട. ഒരു ട്രിക്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നോക്കൂ ശ്രദ്ധയോടെ. ഇത് അച്ഛനാണ്, ഒരു കർച്ചീഫ്. രണ്ടാമതൊരു കർച്ചീഫ് അമ്മയാണ്. മൂന്നാമതൊരു കർച്ചീഫ് അച്ഛനും അമ്മയും മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ഭാര്യയും ഭർത്താവും കൂടി പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹത്തിന്, ആ സമർപ്പണത്തിന് കിട്ടുന്ന കൂട്ടുപലിശയാണ് മക്കൾ. ആ മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭർത്താവ് ഭാര്യയോട് പറയണം, ദേടി നമ്മുടെ സ്നേഹം നീന്തി നടക്കുന്നുണ്ടോ? ദേടി നിന്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ സ്നേഹമല്ലേടി എന്ന് ഭർത്താവും ഭാര്യയും പരസ്പരം ചോദിക്കണം. അങ്ങനെ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങുന്നു. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ദൈവം കൂടി വേണം. വലിയ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമല്ലേ? ജീവിതം തകർത്തെന്ന് വിചാരിച്ച പല നിമിഷങ്ങളിലും ദൈവം കൈപിടിച്ച് നിങ്ങളെ ഉയർത്തിയ സംഭവമുണ്ട്. അതുകൊണ്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. മക്കൾ വേണം, മക്കൾ ധാരാളം വേണം. അടുത്ത മാജിക്കിലൂടെ അത് ഞാൻ പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർക്ക് മക്കൾ ബാധ്യതയല്ല, സാധ്യതയാണ്. മറക്കരുത്, മക്കൾ ബാധ്യതയല്ല, സാധ്യതയാണ്. 10 വർഷം കഴിയുമ്പോൾ കേരള സഭ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിഭയാനകമായ പ്രശ്നമാണ്. കേരളം മുഴുവൻ, അല്ലെങ്കിൽ ഭാരതത്തിലേക്കൊക്കെ വന്നാൽ മക്കൾ കുറയുന്നു എന്നുള്ളത് കൊണ്ട്. ഇവിടെ നോക്കിയേ, ചില കുടുംബങ്ങളിൽ ആദ്യത്തെ കൊച്ച് അനീഷ്, രണ്ടാമത്തെ കൊച്ച് ഫിനീഷ്, പിന്നെ മക്കളില്ല. പിന്നെ സഭ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമല്ല മക്കൾക്ക് ജന്മം കൊടുക്കേണ്ടത്. തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ, രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി ഇന്ന് മാതാപിതാക്കൾ ചോദിക്കണം, ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യവല്ലരിയിൽ എത്ര മക്കൾ ജനിക്കണം? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കാൻ. ഇല്ലെങ്കിൽ അഭിയുന്ന പിതാവ് മാമോദിസയ്ക്ക് വരുമ്പോൾ 25,000 രൂപ അവിടെ വെച്ച് തന്നെ കൊടുക്കും. അതുപോലെ മക്കൾക്ക് സോഷ്യൽ സർവീസൊക്കെ ആയിട്ട് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം, സ്കോളർഷിപ്പുകൾ, വിവിധ പരിപാടികൾ അച്ഛൻ ഇനിയും ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. നോക്കുക കേട്ടോ, ഓരോ കുഞ്ഞ് ജനിക്കും തോറും 4.5%
ബ്രസ്റ്റ് ക്യാൻസർ കുറയും. ഓരോ പ്രഗ്നൻസിയിലും 4.5% വെച്ച് യൂട്രസ് ഗർഭാശയ മുഴകൾ ഉണ്ടാകുന്നത് കുറയും. അപ്പോൾ ഏതാ നല്ലത്? ഈ ക്യാൻസർ വിളിച്ചു വരുത്തുന്നത് മക്കൾക്ക് കൂടുതൽ ജന്മം കൊടുക്കണമോ? അതുകൊണ്ട് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. നോക്കുക, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥന വേണം. ദൈവത്തെ മുറുകെ പിടിക്കണം. പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കണം. ഇത് കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ അച്ഛനമ്മയും വന്ന ദൈവത്തിൻ ഭവനമാ പദ്ധതിയിൽ വിരിഞ്ഞ എല്ലാ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പമല്ലോ. ഇമ്പമാകുന്ന കുടുംബം, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കുടുംബം, ഒരുമിച്ച് ദൈവാരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബം. അങ്ങനെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി സന്തോഷത്തോടെ നോക്ക് വലിയൊരു കുടുംബം രൂപപ്പെടട്ടെ. അങ്ങനെ അനേകം വലിയ കുടുംബങ്ങളുടെ വലിയ സാന്നിധ്യം കോതമംഗലം രൂപത മുഴുവനുമായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം അത് ദൈവം പ്രകാശം പരത്തുന്ന കുടുംബങ്ങളായി മാറും. നോക്കുക, എൻ്റെ കയ്യിൽ 3 കർച്ചീഫ് ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നോക്കൂ, ഇതാണ് വലിയ കുടുംബം, ഇതാണ് സന്തോഷിച്ച കുടുംബം, ഇതാണ് സമാധാനപൂർണമായ കുടുംബം, ഇതാണ് ഐശ്വര്യപൂർണമായ കുടുംബം, ഇതാണ് കളർഫുള്ളായ കുടുംബം. ഈ കുടുംബം അതിൻ്റെ ചൈതന്യം കെടാതെ മങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കൊച്ചു മാജിക്കിനായിട്ട് എനിക്ക് ഏതാനും കുട്ടികളെ ആവശ്യമുണ്ട്. വരിക, പെൺകുട്ടികൾ 3-4 പേര് വരിക, 3-4 ആൺകുട്ടികൾ വരിക. ഈശോ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ കുഞ്ഞു മക്കളെ എന്നരുകിൽ വന്നിടുവിൻ. മതിയാവും അല്ലേ? മതിയാവും. വന്നാലും തെറ്റില്ല, പക്ഷെ നമുക്ക് സമയമില്ല. വരിക മോളെ, കടന്നു വരിക. ഈശോ വിളിക്കുക, കുഞ്ഞുങ്ങളെ കുഞ്ഞു മക്കളെ. ഇത് പിടിച്ചോളൂ, ഇട്ടിന് പിടിച്ചോളൂ. ചെറുടെ ഇങ്ങോട്ട് മാറിയിരുന്നേ, അങ്ങോട്ട് ഓഡിയൻസിനെ നോക്കി ചിരിച്ചോണ്ട് നിന്നേ. അങ്ങോട്ട് തിരിഞ്ഞ് ചിരിച്ചു നിൽക്കുക കേട്ടോ. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കണം, കൈവിരലൊന്നും കടിച്ചു നിൽക്കരുത് കേട്ടോ. ഈശോ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഈശോ, മാതാപിതാക്കൾ ഓർക്കുക, ഈശോ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ മനസ്സിലൊരു കുഞ്ഞ് ജനിക്കുന്നു. അതിനുശേഷം ഒരു ഭർത്താവിൻ്റെ ഭാര്യയുടെ മനസ്സിലൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ഗർഭപാത്രത്തിലേക്ക് വരുന്നു. ഗർഭപാത്രത്തിൽ നിന്നും ആ കുഞ്ഞ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് ഈശോ വിളിച്ചത്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. അല്ലാണ്ട് വളർന്നു വലുതായി കഴിയുമ്പോൾ മാത്രം വരാനല്ല ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈശോ മിശിഹ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. നോക്കുക, കുഞ്ഞുങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ബാധ്യതയല്ല സാധ്യതയാണ്. കുഞ്ഞുങ്ങൾ ശാപമല്ല, അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയേറെ സഹനങ്ങൾ അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ കഷ്ടപ്പാട് സഹിക്കണം. മാതാപിതാക്കൾ ഓർക്കണം, ഈ മക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കുക ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നൊബേൽ സമ്മാനത്തേക്കാൾ വലുത് ഒരു കുഞ്ഞിനെ ലോകത്തിന് സമ്മാനിക്കുക എന്നാണ്. മോനെ, ഇത് പിടിച്ചോളൂ. അതെന്തെങ്കിലും ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഉണ്ടോ? നന്നായിട്ട് നോക്ക്. എന്തെങ്കിലും ഉണ്ടോ? തലയിടല്ലേ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പിടിച്ചോളൂ, പിടിക്കുക. ഇനിയും നോക്കുക കേട്ടോ മാതാപിതാക്കളെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിടർന്നു പുഷ്പിക്കാൻ പോകുന്ന പൂമൊട്ടുകളാണിത്. ഈ നിൽക്കുന്നത് നാളത്തെ IAS കാരനും IPS-ഉം എയർഹോസ്റ്റസും പൈലറ്റും കവിയും കലാകാരനും പത്രപ്രവർത്തനം അച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ഇവിടെ ചുറ്റും നിൽപ്പുണ്ട്. ഡോക്ടർമാർ ചുറ്റും നിൽപ്പുണ്ട് ഇല്ലേ? അപ്പോൾ വളർന്നു വലുതാകുമ്പോൾ ഇവരൊക്കെ നാളത്തെ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ട കൊച്ചു കൊച്ചു ദീപങ്ങളായി മാറാൻ പോവുക. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ, ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണം, ഇവരെ സ്നേഹിക്കണം. ഇവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാതെ സ്നേഹിച്ച് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഈശോ വളർന്നു പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിവേകത്തിലും കുഞ്ഞുങ്ങളെ വളർത്തണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആത്മീയമായിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഒപ്പം നിങ്ങൾ വായിക്കുന്ന ജീവനുള്ള പുസ്തകമാണ് മാതാപിതാക്കളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം കണ്ട് കൊച്ചു വായിക്കും. അതുകൊണ്ട് നല്ല ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഔദാശ്യ ജീവിതം, ആത്മീയ ജീവിതം, സഭാധികാരികൾക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതം നിങ്ങളുടെ കൊച്ചു ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. മക്കളെ, ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടോ? ഇല്ല. നോക്കിക്കൊള്ളൂ, ശ്രദ്ധിച്ചു കൊള്ളണം. യേശു വിളിക്കുന്നു,
വളരുന്നു. ടീച്ചർ വടി കൊണ്ട് എത്ര തൊട്ടാലും കുട്ടി മാറില്ല, മാതാപിതാക്കൾ എത്ര പിച്ചു കൊടുത്താലും കുട്ടി മാറില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടെങ്കിൽ ജീവിതം മാറും. അതുകൊണ്ട് ഇതാ ഞാൻ ഈ അടപ്പ് വിടരാൻ പോകുന്ന പൂമൊട്ടുകൾ ഇതാ ഞാനത് മാറ്റി പിടിക്കുകയാണ്. മോനിത് പിടിച്ചോളൂ, അങ്ങനെ തന്നെ പിടിച്ചോളണം കേട്ടോ, തിരിക്കരുത്, അങ്ങനെ തന്നെ പിടിക്കുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഈശോ ഒന്ന് തൊട്ടപ്പോൾ ആ പൂമൊട്ടുകൾ എന്തായി മാറി? വിടർന്ന് പുഷ്പിച്ച പൂമൊട്ടുകളായി മാറി അല്ലേ? ഇതിലിപ്പോ ആ മുട്ടുകളുണ്ടോ? ഇല്ല. അപ്പോൾ മോനിത് പിടിച്ചോ, പിടിച്ചോ. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും അടുത്തേക്ക് വന്നേ. ഇതിലൊന്ന് പിടിച്ച്. ഞാൻ വളരും, ഞാൻ ഉയരും, ഞാൻ പഠിക്കും. വലിച്ചു പൊട്ടിക്കണ്ട. ഞാൻ വളരും, ഉയരും, പഠിച്ചു മിടുക്കനാകും. യേശു കുഞ്ഞുങ്ങളെ വിളിക്കുന്നു. കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ, എന്നരുകിൽ വന്നിടുവിൻ, തടയരുതേ. പറഞ്ഞേ, ഈശോ എൻ്റെ രക്ഷകനാണ്, ഈശോ എൻ്റെ നല്ല കൂട്ടുകാരനാണ്, ഞാൻ ഈശോയിൽ വളരും. പപ്പ മമ്മി പേടിക്കണ്ട, ഞാനെന്നും സഭയോട് കൂടെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് വചനം വായിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വളരും. ആ സന്തോഷത്തോടെ നമ്മൾ ഈ സമയത്ത് കുട്ടികളെല്ലാവരും പപ്പയും മമ്മിയും അങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങനെ തന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പോയിക്കോളൂ കേട്ടോ. സമ്മാനമൊക്കെ പള്ളി ചെല്ലുമ്പോൾ വികാരിച്ചൻ തരും കേട്ടോ, പോയിക്കോളുക. താങ്ക് യു.